ധന്യ, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറച്ച് നാൾ മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ശസ്ത്രക്രിയക്കിടെ വയറിൻ്റെ അകത്ത് ഈ കത്രിക മറന്നു വെച്ച സംഭവം. ഹർഷിന എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. വലിയ വിവാദമായി. അവർ തുടർച്ചയായിട്ട് സമരം ചെയ്തു. കുറേ വാർത്താ പ്രാധാന്യം നേടി. വനിതാ കമ്മീഷൻ അടക്കം ഇടപെട്ട വിഷയത്തിൽ അവർ പറഞ്ഞത് നഷ്ടപരിഹാരം നൽകാമെന്ന് ഉറപ്പ് കിട്ടിയിട്ട് ഹർഷീന സമരത്തിന് പോയി. അങ്ങനെ വലിയ വിവാദമായി. ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെട്ട വിഷയം പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പരിഹരിക്കപ്പെട്ടത്. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇതേപോലെയുള്ള ഇപ്പം നമ്മുടെ ചികിത്സയുടെ ഭാഗമായിട്ടോ മറ്റോ ഇത്തരത്തിൽ ലോഹവസ്തുക്കൾ കുടുങ്ങിയാൽ ഗുരുതരമായ രോഗസാഹചര്യമല്ലേ ഉണ്ടാകുക? പിന്നെ ആളുകൾ ഇപ്പോൾ ആ കോഴിക്കോട് സംഭവിച്ച എനിക്ക് തോന്നുന്നു ആ യുവതിയുടെ വയറിൽ നിന്ന് ഒരുപാട് പഴുപ്പും രക്തവും ഒക്കെ വന്ന് അവരെ ആരോഗ്യസ്ഥിതി തന്നെ വളരെ മോശമായപ്പോഴാണ് പരിശോധിച്ച് നോക്കിയത് എന്നുള്ളതാണ്. അപ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്. വയറിൽ മൊബൈൽ ഫോണൊക്കെ വെച്ച് മറന്ന കഥകളൊക്കെ ഉണ്ട്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർ മൊബൈൽ മറന്ന് വയറിൻ്റെ അകത്ത് വെച്ച് കുത്തി കെട്ടിയിട്ട് പോവും, കത്രിക വയറിൻ്റെ അകത്ത് വെച്ചിട്ട് കുത്തി കെട്ടി പോവും. അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ബ്രസ്റ്റ്, അതായത് മുലക്കണ്ണിൽ ഒരു യുവാവിന് ഭയങ്കര വേദന ഉണ്ടാവുന്നു. ഒരു ആരോഗ്യവാനായ യുവാവ്, വേറെ ശാരീരികമായ ഒരു പ്രശ്നമില്ലാത്ത ഒരു ആള്, അയാൾക്കൊരു 10-15 ദിവസം കൊണ്ട് പിന്നെ ഈ മുലക്കണ്ണിൽ ഭയങ്കരമായ വേദന. എന്താണ് സംഭവം എന്നറിയാനായി ആശുപത്രിയിലേക്ക് പോയി സ്കാൻ ചെയ്തപ്പോഴാണ് ഡോക്ടർമാർ വരെ ഞെട്ടിപ്പോയി. അതായത് ഒരു നീളത്തിലുള്ള കത്തി, ഇത് ഏകദേശം 15 വർഷമായി ഇയാളുടെ ശരീരത്തിനുള്ളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ടും ഇയാൾക്ക് ഒന്നും സംഭവിച്ചില്ല. ഈ വാർത്ത പുറത്തുവിടാനുള്ള കാരണം അത്യപൂർവമായ പ്രതിരോധ ശേഷിയുള്ള മനുഷ്യനാണ് ഈ രോഗിയായി വന്ന ആളെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പൊ അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇങ്ങനെയാണ്. ടാൻസാനിയയിലെ മുഹിംബ്ലി നാഷണൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ നടത്തി. ഒരു രോഗിയുടെ നെഞ്ചിൽ കഴിഞ്ഞ 8 വർഷമായി ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ഒരു വലിയ കത്തിയുടെ ബ്ലേഡ് കണ്ടെത്തി. 44-കാരനായ ഈ രോഗി മുലക്കണ്ണിൽ നിന്ന് വേദനയും പഴുപ്പും ശ്രവിക്കുന്നതായി പരാതിപ്പെട്ടാണ് ആശുപത്രിയിലെത്തിയത്. എന്നാൽ എക്സ്റേ പരിശോധനയിൽ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വലിയ ലോഹവസ്തുവിന്റെ സാന്നിധ്യം ഡോക്ടർമാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നാണ് പറയുന്നത്. നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ അടുത്തിടെ രേഖപ്പെടുത്തിയ ഈ കേസ് മനുഷ്യ ശരീരത്തിന്റെ അസാധാരണമായ പ്രതിരോധ ശേഷി എടുത്തു കാണിക്കുന്നു. ആശുപത്രി സന്ദർശിക്കുന്നതിന് മുൻപ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും രോഗിക്കുണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കഴിഞ്ഞ 10 ദിവസമായി വലത് മുലക്കണ്ണിൽ നിന്ന് വെളുത്ത പഴുപ്പ് വരുന്നുണ്ടെന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. എന്നാൽ സാധാരണഗതിയിൽ ഇത്തരമൊരു അപകടത്തിൽ ഉണ്ടാകേണ്ട നെഞ്ചുവേദന, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ചുമ, പനി എന്നിവയൊന്നും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നില്ല എന്നതാണ് അത്ഭുതം. ഡോക്ടർമാർ വിശദമായി ചോദിച്ചപ്പോഴാണ് 8 വർഷം മുൻപ് നടന്ന ഒരു അക്രമാസക്തമായ വഴക്കിനെ കുറിച്ച് ഈ രോഗി ഓർമ്മിച്ചത്. ആ വഴക്കിനിടെ തന്റെ മുഖത്തും പുറകിലും നെഞ്ചിലും വയറ്റിലും ഗുരുതരമായി പരിക്കേറ്റെന്നും മുറിവുകൾ തുന്നിച്ചേർത്ത ശേഷം സാധാരണ ജീവിതം പുനരാരംഭിച്ചെന്നും അദ്ദേഹം പറയുന്നു. അടുത്തിടെ ഉണ്ടായ സങ്കീർണത ഉണ്ടാകുന്നതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അവിശ്വസനീയമെന്ന് പറയട്ടെ, കത്തിയുടെ ബ്ലേഡ് 8 വർഷത്തോളം ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. പ്രധാന അവയവങ്ങളിൽ നിന്ന് തെന്നി മാറിയ നിലയിലായിരുന്നതിനാൽ ജീവന് ഭീഷണി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ആദ്യം ചികിത്സിച്ച ആശുപത്രിയിൽ റേഡിയോളജിക്കൽ സൗകര്യങ്ങളുടെ അഭാവം മൂലമാണ് അന്ന് ഈ ബ്ലേഡ് ശ്രദ്ധിക്കാതെ പോയത്. അണുബാധയുടെ കാരണം കൃത്യമായി കണ്ടെത്തുന്നതിനായി ഡോക്ടർമാർ എക്സ്റേ എടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരുന്നത്. ഇമോജിങ്ങിൽ നെഞ്ചുവേദനയുടെ മധ്യഭാഗത്ത് ഒരു ലോഹവസ്തു വ്യക്തമായി കാണിച്ചു. അതിനു ചുറ്റും സ്രവിക്കുന്നതോ അല്ലെങ്കിൽ ക്രോണിക് ലോക്കുലേറ്റഡ് ഹെമറ്റോമ അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് ഫൈബോസിക് പോലെയുള്ളതോ ആയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇത് യഥാർത്ഥ കത്തി മുറിവിന്റെ ഫലമായിരുന്നു. അത് യഥാർത്ഥത്തിൽ കത്തി കൊള്ളുമ്പോൾ എങ്ങനെയാണ് അതായിരുന്നു. അന്യവസ്തുവിന് ചുറ്റും ചത്ത കലകൾ അടിഞ്ഞുകൂടിയതിന്റെ ഫലമായാണ് പഴുപ്പുണ്ടായതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. തുടർന്ന് ശസ്ത്രക്രിയാ വിദഗ്ധർ അതീവ ശ്രദ്ധയോടെ ബ്ലേഡും ചത്ത കലകളും പഴുപ്പും നീക്കം ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 24 മണിക്കൂർ ICUവിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞ രോഗിയെ പിന്നീട് 10 ദിവസത്തെ സുഖം പ്രാപിക്കൽ കാലയളവിനായി ജനറൽ വാർഡിലേക്ക് മാറ്റി. യാതൊരു സങ്കീർണതകളും ഇല്ലാതെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു. ഇത് വൈദ്യശാസ്ത്ര ലോകത്തെ അതിശയിപ്പിക്കുന്ന അപൂർവ കേസായാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും പ്രമലേട്ട, ഒരു കത്തിയും കൊണ്ട് ഒരാൾ 8 വർഷത്തോളം ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യപരമായ ഒരു പ്രശ്നങ്ങളോ
ചുമയോ ശ്വാസം മുട്ടലോ പനിയോ. കാരണം ശരീരത്തിൽ എന്തെങ്കിലും അണുബാധകൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു വസ്തു ശരീരത്തിലുള്ളപ്പോഴോ ആണ് അത് പുറമെ കാണിക്കാനായിട്ട് നമുക്ക് ഈ പനി, ശ്വാസം മുട്ടല് ഒക്കെ ഉള്ള രോഗങ്ങൾ, ചുമ പോലെയുള്ള രോഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊന്നും കാണിക്കാതെ 8 വർഷത്തോളം നിന്നിട്ട് ഈ അടുത്ത ഒരു 10 ദിവസത്തിനകത്താണ് ഇങ്ങേർക്ക് ഈ മുലക്കണ്ണിൽ പഴുപ്പ് വരുന്നതും അങ്ങനെ ആശുപത്രിയിൽ എത്തുന്നതും. ആശുപത്രിയിൽ പോയി പറയുമ്പോഴാണ് 15 വർഷം മുമ്പ് നടന്ന ഒരു വഴക്കിൽ ഇങ്ങനെ തലയിലും അവിടെ എവിടെയൊക്കെ മുറിവേറ്റിട്ടുണ്ട്. അപ്പൊ ഇത് ആശുപത്രിയിൽ നിന്ന് വന്ന ഒരു പിഴവായി വേണം കരുതാൻ. അല്ല, ഇതിപ്പോൾ ശരീരത്തിൽ ഇത്തരം ലോഹവസ്തുക്കൾ കുടുങ്ങിയാൽ തീർച്ചയായിട്ടും അത് ഇൻഫെക്ഷൻ ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു മെഡിക്കൽ മിറക്കിൾ നമ്മുടെ ഇടയിലുണ്ട്. കൃത്യമായി പറഞ്ഞ EP ജയരാജൻ, അദ്ദേഹത്തിന് ഇതേപോലെ വെടിയേറ്റു, നമുക്ക് കഴുത്തിനാണ് വെടിയുണ്ടയുടെ അംശങ്ങളുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴും അത് അങ്ങനെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത്തരം ഒരു ശാസ്ത്രീയ വസ്തുത ഇതാണെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ EP ജയരാജന് കടുത്ത പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. പക്ഷേ അദ്ദേഹം പൊതുരംഗത്ത് ഇപ്പോഴും സജീവമാണ്. അതിൻ്റെ മെഡിക്കൽ മിറക്കിൾ എന്താണെന്നുള്ളത് നമുക്കിതുവരെ അറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരത്തിൽ ഒരു ചെറിയൊരു പിന്നിൻ്റെ കഷ്ണം, നമ്മൾ നടക്കുന്ന വഴിയിൽ കാലിൽ തടഞ്ഞ ചെറിയൊരു പിന്നിൻ്റെ കഷ്ണമോ ഒരു തുരുമ്പോ, ഒരു മുള്ളു കൊണ്ടാൽ തന്നെ നമുക്ക് വലിയ അസ്വസ്ഥതയാണ്. അതായത് ശരീരത്തിന് ആവശ്യമില്ലാത്തത് എന്ത് ശരീരത്തിനുള്ളിൽ കയറിയാലും അത് ശരീരം സ്വയം പ്രതിരോധിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവലും മറ്റു കാര്യങ്ങളുമൊക്കെ. ഈ പഴുപ്പ് വാസ്തവത്തിലുണ്ടാകും, അതിനെ പുറന്തള്ളാനായിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് വാസ്തവത്തിൽ പ്രവർത്തിക്കുക. അത്തരം എന്തെങ്കിലും സംഗതി നമ്മൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ പുറത്തോട്ട് ചാടിപ്പോകും. അപ്പോൾ വാസ്തവത്തിൽ അത്തരത്തിൽ ശരീരത്തെ എന്ത് കുടുങ്ങിയാലും അത് ഒന്നെങ്കിൽ അത് ഈ സെപ്റ്റിക് എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്കൊക്കെ പോകും. അത് കടുത്ത അണുബാധയാണ് അത് സൂചിപ്പിക്കുക. നമ്മുടെ രക്തത്തിൽ അത് കലർന്ന് ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കടുത്ത പനി ഉണ്ടാകും. ഒരു പക്ഷേ അത് യഥാർത്ഥ നല്ല ചികിത്സ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന അവസ്ഥയിലോട്ടൊക്കെ കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ഇയാൾ ഇവിടെ ഈ 8 വർഷത്തോളം ഇതും വഹിച്ചുകൊണ്ട് എങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ തന്നെ ഇത് ശരീരത്തെ എന്തു കുടുങ്ങിയാലും സാധാരണഗതിയിൽ നമുക്ക് കടുത്ത അസ്വസ്ഥത ഉണ്ടാവും. പിന്നീടാണ് ഈ പഴുക്കലും അതേപോലുള്ള അവസ്ഥയിലോട്ടൊക്കെ പോവുക. അതായത് ഇനി EP ജയരാജന് അത്ര അസ്വസ്ഥതകളുണ്ടോ ഇല്ലല്ലോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ലോകം അറിയപ്പെടുന്ന ഒരു മിറാക്കിൾ EP ജയരാജനായിരിക്കും. ഇത്രയും വർഷം ആ വെടിയുണ്ടയും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ അതൊരു മെഡിക്കൽ മിറാക്കിൾ തന്നെയാണ്, അല്ലേ? ഉറപ്പായിട്ടും. എന്തായാലും ഈ ആശുപത്രികളുടെയൊക്കെ ശ്രദ്ധക്കുറവ് പലപ്പോഴും മനുഷ്യരുടെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കാറുണ്ട്, അല്ലേ? അത് ആശുപത്രികളുടെ അല്ല തന്നെയാണ് ഇത്. ഈ ഡോക്ടർമാർ ഈ മതിയായ ശ്രദ്ധയില്ലാതെ ഇത്തരം സങ്കീർണമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരാണ് ഇതിൽ പ്രധാനമില്ല. അത് ഡോക്ടർമാരുടെ കഴിവുകേട് വാസ്തവത്തിൽ ആ ഒരു വലിയൊരു സ്ഥാപനത്തിന്റെ ചീത്തപ്പേരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം കഴിയുമ്പോൾ ഈ ഡോക്ടർമാരെന്ന് പറയുന്ന ഒരു സംഘടിത ശക്തിയാണ്. ആർക്കെങ്കിലും എതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അവർ വലിയ കോളിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഡോക്ടർമാരെല്ലാം കൂടി സമരം ചെയ്തു കഴിഞ്ഞാൽ അത് ആരോഗ്യരംഗത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് സർക്കാർ ഒരു പരിധിവരെ ഇവരുടെ ഭീഷണികൾക്ക് വഴങ്ങി കൊടുക്കുകയാണ് സാധാരണഗതിയിൽ നടക്കാറ്. ഇപ്പോൾ ഈ നമ്മുടെ ഹർഷിതയുടെ കേസിലും അതൊക്കെ തന്നെയാണ് നടന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മുടെ രാജ്യത്ത് നടന്നൊരു സംഗതിയല്ല. പക്ഷേ കേൾക്കുമ്പോൾ ഒരു കൗതുകമുണ്ട്. പക്ഷേ ഇങ്ങനൊരു അവസ്ഥ മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന.